കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിശേഷ ദിവസങ്ങൾ. ഉത്സവമില്ലാത്ത ദേവനാണ് വടക്കുംനാഥൻ. വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ ദേവന്മാർക്ക് ഉത്സവ ആഘോഷമോ പൂരമോ ഇല്ല. പണ്ട് കാലത്ത് ഉത്സവമുണ്ടായിരുന്നെന്നും അത് പിന്നീട് മുടങ്ങിയതാണെന്നും പറയുന്നു. ഒരിക്കൽ ഇന്ദ്രാദി ദേവന്മാരെല്ലാം കൂടി ഒരു ഗംഭീര ഉത്സവം നടത്തിയെന്നും അത് അതിഗംഭീരമായതിനാൽ പിന്നീട് അത്തരത്തിലൊന്ന് ആവശ്യമില്ലെന്ന് ശിവൻ പറഞ്ഞുവെന്നും ഐതിഹ്യമുണ്ട്. അതിനാൽ പ്രത്യേക ഉത്സവങ്ങൾ ഇവിടെയില്ല. എന്നിരുന്നാൽ എല്ലാ ആഴ്ചയിലെയും ശിവപ്രധാനമായ ഞായറാഴ്ച, ശിവപാർവതി പ്രധാനമായ തിങ്കളാഴ്ച, പ്രദോഷ വ്രതം എന്നിവ ധാരാളം വിശ്വാസികൾ എത്തിച്ചേരുന്ന പ്രധാന ദിവസങ്ങളാണ്. ശ്രീപാർവതിക്ക് ചൊവ്വ, വെള്ളി, പൗർണമി എന്നിവയും ശ്രീരാമസ്വാമിക്ക് വ്യാഴാഴ്ചയും പ്രധാനം. മഹാശിവരാത്രി, ധനുമാസത്തിൽ തിരുവാതിര, തൃശ്ശൂർ പൂരം എന്നിവ പ്രധാന വിശേഷങ്ങളാണ്. അതിപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം ശ്രീ വടക്കുംനാഥൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുക. തൃശ്ശൂർ പൂരം നാളിൽ കൈലാസനാഥനെ കണ്ടു വന്ദിക്കാൻ ചുറ്റുവട്ടത്തു നിന്ന് ദേവീദേവന്മാർ എഴുന്നള്ളിയെത്തും. തൃശ്ശൂർ പൂരം എന്നത് പല പല ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളിച്ച് വന്ന ക്ഷേത്ര മൈതാനത്തിലേക്ക് പോകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ പാറമേക്കാവ് പൂരം മാത്രമേ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്നുള്ളൂ. വടക്കുംനാഥൻ ഈ പൂരത്തിൻ്റെ സാക്ഷി മാത്രമാണ്. ഓരോരുത്തരും വന്നു പോകുന്നത് മാത്രം. പാറമേക്കാവ് ഭഗവതി മതിൽക്കെട്ടിനകത്ത് കടക്കുന്നതിൻ്റെ ഐതിഹ്യം ഇതാണ്. കൊച്ചി രാജാവിൻ്റെ കീഴിലെ ധീര യോദ്ധാവായിരുന്ന അപ്പാട്ട് ഉറുമപ്പാൾ തികഞ്ഞ ദേവീഭക്തനായിരുന്നു. എല്ലാ മാസവും അദ്ദേഹം അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുമായിരുന്നു. വാർദ്ധക്യത്തെ തുടർന്ന് അദ്ദേഹത്തിന് പോകാൻ കഴിയാതെ വരുമെന്ന അവസ്ഥ വന്നപ്പോൾ അവസാന ദർശനത്തിന് ശേഷം അദ്ദേഹം ഭഗവതിയോട് തൻ്റെ വീടിനടുത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഭക്തവത്സലയായ തിരുമാന്താംകുന്നിലമ്മ ആ ആവശ്യം സ്വീകരിച്ചു. തിരിച്ചെത്തിയ കുറുപ്പാൾ വടക്കുംനാഥനെ തൊഴുത ശേഷം വടക്കു പടിഞ്ഞാറുള്ള ഇലഞ്ഞിത്തറയിൽ കിടന്നുറങ്ങി. ഉണർന്ന് തൻ്റെ കുടയും എടുത്ത് യാത്ര ചെയ്യാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. എന്നാൽ അപ്പോഴേക്കും കുട ഉറച്ചു കഴിഞ്ഞിരുന്നു. ഇതനുസരിച്ച് സ്ഥലത്തെത്തിയ ജ്യോത്സ്യന്മാർ കുടയിൽ ഭഗവതിയുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് അവിടെ പ്രതിഷ്ഠയും നടത്തി. ഇന്നും ദിവസവും പാറമേക്കാവിലെ ദീപാരാധന സമയത്ത് അവിടെ വിളക്ക് വെച്ച് പൂജയും നടത്തി വരുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.